ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും അപകടകാരിയായ ഫാസ്റ്റ് ബൗളർമാരുടെ നിരയിലാണ് പാകിസ്ഥാന്റെ യുവ പേസർ ഷഹീൻ അഫ്രീദിയുടെ സ്ഥാനം. എന്നാൽ 2018 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറിയ ശേഷമുള്ള ഏറ്റവും മോശം കലണ്ടർ വർഷത്തിലൂടെയാണ് ഇപ്പോൾ അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. വിവിധ ഫോർമാറ്റുകളിലായി 2022 36 കഴിഞ്ഞ വർഷം 35 വിക്കറ്റുകൾ ഷഹീൻ പിഴുതിരുന്നു. എന്നാൽ ഈ വർഷം 14 കളിയിൽ നിന്നും 25 വിക്കറ്റുകൾ മാത്രമേ പാക് സ്പീഡ് സ്റ്റാർ വീഴ്ത്തിയിട്ടുള്ളൂ. അരങ്ങേറിയ സമയത്ത് അടുത്ത സൂപ്പർ താരമാവുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്ന ബൗളറാണ് ഷഹീൻ. ആധുനിക ക്രിക്കറ്റിലെ ബെസ്റ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയോട് പോലും അദ്ദേഹം താരതമ്യം ചെയ്യപ്പെടുകയും ചെയ്തു. പക്ഷേ കരിയറിൽ ഇപ്പോൾ താഴേക്കാണ് ഷഹീൻ പോയിക്കൊണ്ടിരിക്കുന്നത്. 2022 ഷഹീനും ബുംറയ്ക്കും പരിക്കേറ്റിരുന്നു. ഇതിൽ നിന്നും ബുംറ ശക്തമായി തിരിച്ചു വന്നപ്പോൾ ഷഹീന് ഇതിനായിട്ടില്ല. എങ്കിലും ചില കാര്യങ്ങൾ മെച്ചപ്പെടുത്താനായാൽ ബുംറയേക്കാൾ കേമനായി മാറാൻ ഷഹീന് സാധിക്കും. ഇതിനുവേണ്ടി പാക് ഫാസ്റ്റ് ബൗളർ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇടംകൈയ്യൻ ഫാസ്റ്റ് ബൗളറായ ഷഹീൻ അഫ്രീദി തൻ്റെ സ്വിംഗ് കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കേണ്ടതുണ്ട്. ന്യൂ ബോളിൽ അദ്ദേഹം വളരെയധികം അപകടകാരിയാണ്. ടീമിന് തുടക്കത്തിൽ തന്നെ ബ്രേക്ക് ത്രൂകൾ നൽകാനും ഷഹീന് സാധിക്കാറുണ്ട്. എന്നാൽ പരിക്കേറ്റതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഈ കഴിവിന് ചെറിയ ഇടിവുണ്ടായിട്ടുണ്ട്. ബോൾ ഇരുവശങ്ങളിലേക്കും സ്വിംഗ് ചെയ്യിക്കാനുള്ള മിടുക്ക് കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി ഷഹീൻ കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട്. അതിന് സാധിക്കുകയാണെങ്കിൽ തൻ്റെ പഴയ മികവിലേക്ക് മടങ്ങിയെത്താനും അതിനേക്കാൾ അപകടകാരിയാവാനും പാക് പേസർക്ക് സാധിക്കും. ഡെത്ത് ഓവറിലെ ഗംഭീര ബൗളിംഗ് ആണ് ജസ്പ്രീത് ബുംറയെ ലോക ക്രിക്കറ്റിലെ മറ്റു ഫാസ്റ്റ് ബൗളർമാരിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്. അവസാന ഓവറുകളിൽ എതിർ ടീമിന് മേൽ അത്രമാത്രം നാശം വിതയ്ക്കാൻ അദ്ദേഹത്തിന് സാധിക്കാറുണ്ട്. യോർക്കറുകൾ എറിയാനുള്ള ശേഷിയും റണ്ണൊഴുക്ക് പിടിച്ചു നിർത്താൻ സഹായിക്കുന്നതുമാണ് ബുംറയെ ഡെത്ത് ഓവറിൽ കിങ്ങാക്കി മാറ്റുന്നത്. ഷഹീൻ അഫ്രീദിയെ അദ്ദേഹം ബഹുദൂരം പിന്നിലാക്കുന്നതും അതിനാലാണ്. ഡെത്ത് ഓവറുകളിൽ പലപ്പോഴും ഒരുപാട് റൺസ് ഷഹീൻ വിട്ടുകൊടുക്കാറുണ്ട്. മത്സരത്തിൻ്റെ ഈ ഘട്ടത്തിൽ വെറുമൊരു സാധാരണ ബൗളറായിട്ടാണ് അദ്ദേഹം കാണപ്പെടാറുള്ളത്. എന്നാൽ യോർക്കറുകൾ എറിയാനുള്ള തൻ്റെ ശേഷി മെച്ചപ്പെടുത്തിയാൽ ഷഹീന് ഈ പോരായ്മയെ മറികടക്കാൻ സാധിക്കും. ന്യൂ ബോളിലേതുപോലെ പഴയ ബോളിലും നിയന്ത്രണം കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ബുംറയേക്കാൾ മൂർച്ചയേറിയ ബൗളറായി ഷഹീന് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ബൗളിങ്ങിൽ കൂടുതൽ വേരിയേഷനുകൾ കൊണ്ടുവരിക എന്നതാണ് ഷഹീൻ അഫ്രീദി ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം. ജസ്പ്രീത് ബുംറയുമായി താരതമ്യം ചെയ്യുമ്പോൾ പാക് പേസറുടെ ബൗളിങ്ങിൽ വേരിയേഷനുകൾ കുറവാണെന്ന് നമുക്ക് കാണാം. യോർക്കറുകൾ, ബൗൺസറുകൾ, കട്ടറുകൾ, സ്ലോ ബോളുകൾ എന്നിവയെല്ലാം ബുംറയുടെ പക്കലുണ്ട്. ഇതാണ് ഇന്ന് കാണുന്ന ലോകോത്തര ഫാസ്റ്റ് ബൗളറായി അദ്ദേഹത്തെ മാറ്റിയെടുത്തത്. പക്ഷേ ഷഹീൻ്റെ ബൗളിങ്ങിൽ അത്രത്തോളം വേരിയേഷനുകളില്ല. ഏറെക്കുറെ ഒരേ രീതിയിലുള്ള ബൗളിംഗ് ആണ് എല്ലായ്പ്പോഴും അദ്ദേഹം പിന്തുടരുന്നത്. ഈ കാരണത്താൽ എതിർ ബാറ്റർമാർ വളരെ പെട്ടെന്ന് ഷഹീനെ വായിച്ചെടുക്കുകയും ചെയ്യും. അതിനാൽ തന്നെ കൂടുതൽ വേരിയേഷനുകൾ പഠിച്ചെടുത്ത് അവ മത്സരങ്ങളിൽ അദ്ദേഹം പരീക്ഷിക്കേണ്ടതുണ്ട്. എങ്കിൽ പാക് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഇതിഹാസ ഫാസ്റ്റ് ബൗളർമാരിൽ ഒരാളായി മാറാൻ ഷഹീന് സാധിക്കുകയും ചെയ്യും.